ഹായ് മക്കളെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കെമിസ്ട്രി ഓഫ് ചേഞ്ചസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കണ്ടത്. ഇന്ന് തേർഡ് പാർട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് ആയിരുന്നു. അതായത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസിന് പരസ്പരം അവരുടെ സ്റ്റേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റി. നമ്മൾ ഹീറ്റ് കൂട്ടിയും കുറച്ചും അബ്സോർബ് ചെയ്തും ലിബറേറ്റ് ചെയ്തൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി. പിന്നീട് നമ്മൾ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു. സബ്ലിമേഷൻ എന്താണെന്ന് പഠിച്ചു. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സബ്ലിമേഷൻ കാണിക്കുന്ന രണ്ടാൾക്കാരെ നമ്മൾ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? ക്യാംഫറും നാഫ്തലിനും, മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ആണ് പഠിക്കുക. അതിൽ ആദ്യത്തെ എക്സ്പെരിമെൻ്റ് ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും തമ്മിലുള്ള റിയാക്ഷൻ. അപ്പോൾ അതിലാദ്യം പറയുന്നത്, കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തിട്ട് ഒരു ടൈലിലിടുക. അതിലേക്ക് ഗ്ലിസറിൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഗ്ലിസറിൻ ഒഴിക്കുക. എന്താണ് കാണുന്നതെന്ന് ഒബ്സർവേഷൻ എഴുതുക. അപ്പോൾ ആദ്യം ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നല്ല ഭംഗിയുള്ള ക്രിസ്റ്റൽസ് ആണ്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. നല്ല പർപ്പിൾ, ഡീപ്പ് പർപ്പിൾ കളറിലുള്ളൊരു അല്ലെങ്കിൽ ഒരു വയലറ്റ് കളറിലുള്ള ക്രിസ്റ്റൽസ് ആണ്. വെള്ളത്തിൽ ലയിപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശം നല്ല ഭംഗിയുള്ള ഡീപ്പ് പർപ്പിൾ കളർ കിട്ടും. ഇതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമുക്കൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുറച്ച് തിക്കായിട്ടുള്ള ഒരു ലിക്വിഡാണ്. നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. ഡീഹൈഡ്രേഷനൊക്കെ നല്ലത്, നമ്മളുടെ ചുണ്ടിലൊക്കെ തേക്കുന്നത് നല്ലതാണ്. കുറച്ചും കൂടെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ അതൊന്നുമല്ല. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും തമ്മിലുള്ള റിയാക്ഷൻ എന്തുണ്ടാകും എന്നാണ്. അതെന്താ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ രണ്ടുപേരും കൂടി കത്ത് പിടിക്കാൻ തുടങ്ങും. നല്ലൊരു പർപ്പിൾ വയലറ്റ് പുക, അല്ല തീ വരും, നല്ല വെള്ള പുകയൊക്കെ വരും. പെട്ടെന്ന് അങ്ങോട്ട് കത്താൻ തുടങ്ങും. കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് കത്താൻ തുടങ്ങും. നമ്മളായിട്ട് ചൂടൊന്നും കൊടുത്തിട്ടൊന്നുമില്ല, അവർ താനെ റിയാക്ട് ചെയ്ത് കത്തുന്നതാണ്. ഇതാണ് ഈ റിയാക്ഷൻ്റെ ഒബ്സർവേഷൻ. അപ്പം നിങ്ങൾക്ക് ഒബ്സർവേഷൻ എഴുതാനുണ്ട്. മിക്സ്ചർ ഇഗ്നൈറ്റ്സ്, കത്തുന്നു. പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് ഫ്ലെയിം ഉണ്ടാകുന്നു. വൈറ്റ് ഫ്യൂംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണിത്. ഓക്കെ, ഈ കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ കളറ് പഴയതായിരിക്കുമോ? അല്ല. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 2 ബീക്കറിൽ വെള്ളം എടുക്കുക. അതിൽ ആദ്യത്തേതിലേക്ക് സാധാരണ കത്തുന്നതിന് മുമ്പുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ 2-3 ക്രിസ്റ്റൽസ് ഇടുക. അപ്പം തന്നെ കളറ് കാണാം. രണ്ടാമത്തെ ബീക്കറിലേക്ക് ഈ കത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ പോലുള്ളൊരു സാധനം ഉണ്ടാവും. അതെടുത്തിടുക, കലക്കുക. എന്താണ് കളർ ചേഞ്ച് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കളറ് മാറിയിട്ടുണ്ടാവും. പർപ്പിൾ കളർ എന്നുള്ളത് ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ടാവും. കാരണം പുതിയൊരു പ്രൊഡക്റ്റ് അവിടെ ഫോം ചെയ്തു. മുമ്പുണ്ടായിരുന്ന ആൾക്കാരെ അല്ല ഇപ്പോൾ അവിടെ ഉള്ളത്. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും കൂടെ കത്തി പുതിയൊരാൾ അവിടെ ഉണ്ടായി. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തന്നെ ആയിരുന്നെങ്കിൽ വീണ്ടും കലക്കുമ്പോൾ പർപ്പിൾ കളർ കണ്ടേനെ, അല്ല ബ്രൗൺ ആണ് കണ്ടത്. അപ്പോൾ ആള് മാറിയില്ലേ? അപ്പം അതായത് പുതിയ സബ്സ്റ്റൻസ് അവിടെ ഉണ്ടായി ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇത് കെമിക്കൽ ചേഞ്ച് ആണോ ഫിസിക്കൽ ചേഞ്ച് ആണോ? കെമിക്കൽ ചേഞ്ച് ആണ്. നമ്മൾ പഠിച്ചായിരുന്നു, ഒരു റിയാക്ഷൻ്റെ ഫലമായിട്ട്, ഒരു ചേഞ്ചിൻ്റെ ഫലമായിട്ട് പുതിയൊരാളുണ്ടാകുകയോ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാകുകയോ ചെയ്യുവാണെങ്കിൽ അത് കെമിക്കൽ ചേഞ്ച് ആണ്. ഫിസിക്കൽ ചേഞ്ചിൽ അങ്ങനെ സംഭവങ്ങളില്ല. ആകെ അറേഞ്ച്മെൻറ്റിൽ, അല്ലേ, സബ്സ്റ്റൻസിലുള്ള മോളിക്കുലാർ അറേഞ്ച്മെൻറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലാണ് ഫിസിക്കൽ ചേഞ്ച്. ഇനി എന്താണ് റിയാക്ടൻസ്, എന്താണ് പ്രൊഡക്റ്റ്? ഓർത്തിരിക്കണം. ആരൊക്കെയാണോ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് അവരെയാണ് നമ്മൾ റിയാക്ടൻസ് എന്ന് വിളിക്കുക. ആരാണോ അവിടെ ഉണ്ടാകുന്നത് അവരെയാണ് നമ്മൾ പ്രൊഡക്ട്സ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, A+B ഗിവ്സ്, ഞാൻ ജസ്റ്റ് വെറുതെ എഴുതുകയാണ്, C+D എന്ന് എഴുതിയാൽ ഇവിടെ റിയാക്ടൻസ് എന്ന് പറയുന്നത് എയും ബിയും ആണ്. അവർ തമ്മിൽ റിയാക്ട് ചെയ്തുണ്ടായ ആൾക്കാരാണ് സിയും ഡിയും എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രൊഡക്ട്സ് സിയും ഡിയും ആണ്. ഫോർ എക്സാമ്പിൾ എഴുതാം, H2 + O2 ഗിവ്സ് H2O. ബാലൻസ്ഡ് അല്ല, 2H2O വരും. 2H2 ബാലൻസ് ചെയ്യുന്ന വീഡിയോ വേറൊന്നും ചെയ്യാം കേട്ടോ, അപ്പോൾ മനസ്സിലാവും. ഇവിടെ നോക്കി, ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്ന് വാട്ടർ ഉണ്ടാകുന്നു. അതിൻ്റെ അർത്ഥം ഇവിടെ റിയാക്ടൻസ് ആരൊക്കെ തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്?
ഹൈഡ്രജനും ഓക്സിജനും. ഇപ്പോൾ റിയാക്ടൻസ് എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ്, രണ്ടുപേരും വരും. പ്രൊഡക്റ്റ് ഇവിടെ ഒരാളുണ്ടാകുന്നുള്ളൂ, വാട്ടർ എന്ന് പറയുന്ന ഒരാളെ ഉണ്ടാകുന്നുള്ളൂ. അത് 2 മോളിക്യൂൾസ് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. മനസ്സിലായോ? അടുത്ത റിയാക്ഷൻ, അതിൻ്റെ ഹെഡിങ് ആണ് തെർമോ കെമിക്കൽ റിയാക്ഷൻ. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു പീസ് മഗ്നീഷ്യത്തിൻ്റെ സിമ്പൽ ഓർക്കുന്നുണ്ടോ? Mg. മഗ്നീഷ്യം ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് അതിലേക്ക് ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതിൻ്റെ ഫോർമുല ഓർക്കുന്നുണ്ടോ? HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു, മഗ്നീഷ്യം ഇട്ടു, അതിലേക്ക് ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. എന്താണ് ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ? കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗാഢമായിട്ടുള്ളതെന്നാണ്. അത് ഇത്തിരി ഡേഞ്ചറാണ്. അതിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് അതിനൊന്ന് നേർപ്പിച്ചെടുക്കുമ്പോഴാണ് ഡയല്യൂട്ട് ആകുന്നത്. അപ്പം ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇടുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ബബിൾസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, ബബിൾസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഇവർ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ബബിൾസ് ഫോം ചെയ്യും. ഷോ യു. കണ്ടോ ബബിൾസ്? കണ്ടോ? ഇത് മഗ്നീഷ്യത്തിൻ്റെ ഒരു പീസാണ്. ഇങ്ങനെ തരി പോലെ, അതായത് നമ്മളിപ്പോൾ സോഡ ഒക്കെ പൊട്ടിക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പൊങ്ങി വരില്ലേ, അതേപോലെ ബബിൾസ് ഫോം ചെയ്യുന്നത് കാണാം. അതിനർത്ഥം അവിടെ എന്തോ ഒരു ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു കത്തുന്ന തീപ്പെട്ടിത്തിരി ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിലേക്ക് കാണിച്ചു കൊടുത്താൽ നല്ല ഒരു പോപ്പ് സൗണ്ട്, അത് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം കേട്ടോ. നല്ലൊരു പോപ്പ് സൗണ്ടിൽ അത് കത്തും. ആ ഗ്യാസ് കത്തുന്നത് കാണാം, ഒരു ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് അത് കത്തുന്നത് കാണാം. അങ്ങനെയാണെങ്കിൽ ആ ഗ്യാസ് ഹൈഡ്രജനാണ്, നമ്മളുടെ ഹൈഡ്രജൻ ഗ്യാസാണ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാകുന്ന കാര്യം, മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും. ഓക്കെ, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും. ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ താഴെ ഒന്ന് കൈവച്ചൊന്ന് പിടിച്ചു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫീൽസ് ഹോട്ട്, നമുക്ക് ചൂടനുഭവപ്പെടും. ടെസ്റ്റ് ട്യൂബിൻ്റെ പുറത്ത് നമ്മൾ ചൂടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ, വെറുതെ ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ ചൂടായിട്ടിരിക്കുന്നുണ്ടാവും. അതിൻ്റെ അർത്ഥം ഉള്ളിൽ എന്തോ ഒരു റിയാക്ഷൻ നടന്നു അല്ലേ? അതുകൊണ്ടാണ് ബബിൾസ് ഉണ്ടായത്. ബബിൾസിന് കാരണം ഹൈഡ്രജൻ. ബബിൾസ് ഉണ്ടാകുക മാത്രമല്ല, ഹൈഡ്രജൻ ഉണ്ടാകുക മാത്രമല്ല പറ്റിയത്, ഇവിടെ ചൂടും പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിയാക്ടൻസ് ആരൊക്കെയാണ് മക്കളെ? ആരൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ ഇട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചത്? മഗ്നീഷ്യം ഉണ്ടായിരുന്നു, പ്ലസ് മഗ്നീഷ്യം ആൻഡ് HCl, മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും. പ്രൊഡക്ട്സ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടാവുന്നുണ്ട്. മഗ്നീഷ്യം ക്ലോറൈഡും ഇപ്പം നമ്മൾ പറഞ്ഞ ഗ്യാസും ഹൈഡ്രജൻ ഗ്യാസും, H2 ഗ്യാസും, ഇവർ രണ്ടുപേരുമാണ് പ്രൊഡക്ട്സ്, മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും. വേറൊരു എക്സ്പെരിമെൻ്റ് പറഞ്ഞിട്ടുണ്ട്, ക്വിക്ക്ലൈം. അടുത്ത എക്സ്പെരിമെൻ്റ് ആണ് ക്വിക്ക്ലൈം. ക്വിക്ക്ലൈം കേട്ടിട്ടുണ്ടോ? നീറ്റ് കക്ക എന്നൊക്കെ പറയും. ഒരു വെളുത്തൊരു സാധനമാണ് നീറ്റ് കക്ക. അതൊരു സ്റ്റീൽ കപ്പിലേക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ കപ്പൊന്ന് പിടിച്ചു നോക്കുമ്പോൾ വീണ്ടും ചൂട് ഫീൽ ചെയ്യും. ഓക്കെ, ഈ എക്സ്പെരിമെൻറ്റിലും നമുക്ക് ചൂട് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇവിടെ അതിനുള്ള കാരണം ക്വിക്ക്ലൈമും വാട്ടറും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ പുതിയൊരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടി, സ്ലേക്കഡ് ലൈം. ഇതാണ് നമ്മളുടെ ചുണ്ണാമ്പ്. ഈ സ്ലേക്കഡ് ലൈമാണ് നമ്മളുടെ ചുണ്ണാമ്പ്. പ്ലസ് പുറം തൊട്ട് നോക്കിയപ്പോൾ ചൂട് അനുഭവപ്പെട്ടില്ലേ? ഹീറ്റ് ഉണ്ടായി. പഴയ പോലെ തന്നെ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി റിയാക്ട് ചെയ്തപ്പോൾ ചൂട് അനുഭവപ്പെട്ടതുപോലെ തന്നെ ഇവിടെ ക്വിക്ക്ലൈമും വാട്ടറും തമ്മിൽ റിയാക്ട് ചെയ്തപ്പോഴും ചുണ്ണാമ്പും അതിൻ്റെ ഒപ്പം ചൂടും പുറത്തേക്ക് വിട്ടു. മനസ്സിലായോടാ? ഒരു റിയാക്ഷൻ്റെ ഫലമായി ചൂട് പുറത്തേക്ക് വിടുന്ന റിയാക്ഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് എക്സോതെർമിക് റിയാക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിയാക്ഷൻ നടന്നതിൻ്റെ ഫലമായി ചൂട് പുറത്തേക്ക് വിടുന്നു.
അതായത് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഓർത്താൽ മതി. നമ്മൾ ഇപ്പോൾ ഒരു ഹോട്ടലിലേക്കാണെങ്കിലും ഒരു ടെക്സ്റ്റൈലിലേക്കാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കയറി പുറത്തേക്കുള്ള വഴിയുടെ അവിടെ നമ്മൾ എന്താ എഴുതി വെക്കുക? എക്സിറ്റ് എന്ന് എഴുതി വെക്കും അല്ലേ? അപ്പം എക്സിറ്റ്, എക്സോ എന്ന് പറയുമ്പോൾ പുറത്തേക്ക്, എക്സ് അങ്ങനെ ഓർത്താൽ മതി. എക്സോതെർമിക് റിയാക്ഷൻ, ഹീറ്റ് പുറത്തേക്ക് വിട്ടു. ഇനി നമുക്ക് വേറൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. നമ്മൾ മുമ്പ് എടുത്ത പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ടല്ലോ, എന്ത് കളറായിരുന്നടാ? ഡീപ്പ് പർപ്പിൾ കളറിലുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഒരു ടെസ്റ്റ് ട്യൂബിൽ വെറുതെ എടുത്തിട്ട് ഹീറ്റ് ചെയ്തു. അതിനുശേഷം കത്തുന്ന ചന്ദനത്തിരി ഇതിൻ്റെ മൗത്തിലേക്ക് കാണിച്ചു. അപ്പം എന്ത് പറ്റും എന്നാണ് നമ്മൾ നോക്കാം. എന്ത് സംഭവിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ ആ ഇൻസെൻസ് സ്റ്റിക്ക് നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓൾറെഡി ഇങ്ങനെ കത്തുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ ഒന്ന് കത്ത് പിടിക്കും, അല്ലെങ്കിൽ നന്നായിട്ടൊരു ഗ്ലോ കാണിക്കും അവിടെ. ഓക്കെ, ഏത് ഗ്യാസ് ആയിരിക്കാം ഈ ഇൻസെൻസ് സ്റ്റിക്കിനെ ഫ്ലെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലെയറിങ്ങിന് കാരണമായത്, അല്ലെങ്കിൽ ഈ നന്നായിട്ടൊന്ന് ചെറുതായി ഒന്ന് കത്താൻ സഹായിച്ചത്? ഏത് ഗ്യാസ് ആയിരിക്കാം? കത്താൻ സഹായിക്കുന്ന ഗ്യാസ് ഏതാടാ? ഗസ് ചെയ്യാമോ? കണ്ടോ, ടെസ്റ്റ് ട്യൂബിൻ്റെ തുമ്പത്തേക്ക് കാണിച്ചപ്പോൾ ഇത് അടിയിൽ ഹീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഹീറ്റ് കൊടുക്കുന്നുണ്ട്. ഹീറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിത് കാണിക്കുമ്പോഴാണ് ഇത് നന്നായി ചെറുതായിട്ടൊന്ന് കത്തുന്നത് കാണാൻ പറ്റും. ഇവിടെ സംഭവിച്ചത് നമ്മളുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസസ്, പിന്നീട് ഈ വാക്കൊക്കെ കേൾക്കുകയും വിഘടിച്ച് എന്ന് പറയും, സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിജൻ ഗ്യാസ് അവിടെ ഉണ്ടായി. കത്താൻ സഹായിക്കുന്ന ഗ്യാസാണ് ഓക്സിജൻ ഗ്യാസ്, അല്ലയോ? അതുകൊണ്ടാണ് നമ്മളുടെ ചന്ദനത്തിരി ഒന്ന് ഫ്ലെയർ ചെയ്തത്, അല്ലെങ്കിൽ ഫ്ലെയറിങ് നടന്നത്, അല്ലെങ്കിൽ നന്നായിട്ട് ഗ്ലോ ചെയ്യാൻ കാരണം അവിടെ ഓക്സിജൻ ഗ്യാസ് ഉണ്ടായി. അപ്പോൾ ഏത് എനർജി കാരണമാണ് ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന് ഈ ചേഞ്ച് സംഭവിച്ചത്? നമ്മൾ മൂട്ടിൽ തീ കൊടുത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് അല്ലേ? ഇവിടെ എന്ത് എനർജിയാടാ? ഹീറ്റ് എനർജി കാരണമാണ് ഇത് സംഭവിച്ചത്. ഇവിടെ ഉണ്ടായ ഒരു പ്രൊഡക്റ്റ് ഓക്സിജൻ ആണ് അല്ലേ? വേറൊരു എക്സ്പെരിമെൻ്റ്, അപ്പോൾ ഓക്സിജൻ്റെ പ്രൊഡക്ഷന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റിയാക്ഷനാണ്. പിന്നീട് നിങ്ങൾ പഠിക്കും അതൊക്കെ. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്താൽ അതിൻ്റെ ഫലമായി ഓക്സിജൻ ഉണ്ടായെന്ന് തെളിയിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? കത്തുന്ന ഒരു സാധനം, ഇപ്പം ഇവിടെ നമ്മളെടുത്ത ചന്ദനത്തിരിയാണ്, അതിൻ്റെ മൗത്തിലേക്ക് കാണിച്ചപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് കത്തി. കാരണം ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന ഒരു ഗ്യാസാണ്. വേറൊരു ആക്ടിവിറ്റി ഉണ്ട്. അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നൊരു കെമിക്കലുണ്ട്. അതൊരു വാഷ് ഗ്ലാസ്സിലെടുത്തു. ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രം പോലത്തെ സാധനമാണ് വാഷ് ഗ്ലാസ്. അതിലേക്ക് കുറച്ച് ബേരിയം ക്ലോറൈഡും ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്തു. ഗ്ലാസ് റോഡ് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു. അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും. ഓക്കെ, അതിനുശേഷം നമ്മൾ കുറച്ച് നേരം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ വാഷ് ഗ്ലാസിൻ്റെ അടിയിലൊന്ന് പിടിച്ചു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല കൂളായിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഒരു കൂളായിട്ടിരിക്കുന്നത് ഫീൽ ചെയ്യും. നമുക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും. ഓക്കെ, അങ്ങനെ തണുപ്പ് ഫീൽ ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹീറ്റ് ലിബറേറ്റ് ചെയ്തതായിരിക്കും, അബ്സോർബ് ചെയ്തതായിരിക്കും. ലിബറേറ്റ് ചെയ്തെങ്കിൽ ചൂട് തോന്നിയേനെ. മറ്റേ കേസിൽ നമ്മൾ പറഞ്ഞ പോലെ ലിബറേഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് തൊടുമ്പോൾ ചൂട് തോന്നിയേനെ. ഇവിടെ നമ്മൾ തൊട്ടപ്പോൾ നമുക്ക് തണുപ്പ് തോന്നാൻ കാരണം ആ മിക്സ്ചർ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ ഹീറ്റ് എനർജീനെ അബ്സോർബ് ചെയ്തു. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണ് നടന്നതെങ്കിൽ അതിനെ നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കും. മറക്കരുത്, എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറേഷനാണ്. എൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൻഡോതെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സോർപ്ഷനാണ്. ആരുടെ അബ്സോർപ്ഷൻ? ഹീറ്റിൻ്റെ അബ്സോർപ്ഷൻ. ഓക്കെ അല്ലേടാ?
ഇനി ഇതിന് കുറച്ച് എക്സാമ്പിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റിൽ തന്നെയുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും തമ്മിൽ മിക്സ് ചെയ്തപ്പോൾ നമ്മൾ തീ കണ്ടു. അതിൻ്റെ അർത്ഥം ഹീറ്റ് പുറത്തേക്ക് വിട്ടു, അതൊരു എക്സോതെർമിക് ആണ്. മെഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡും നമ്മൾ കണ്ടു, ഹൈഡ്രജൻ ഗ്യാസും പുറത്തേക്ക് വരുന്നുണ്ട്, തൊട്ട് നോക്കിയപ്പോൾ ചൂടുണ്ട്, അപ്പോൾ പുറത്തേക്ക് ചൂട് വിട്ടു, അതൊരു എക്സോതെർമിക് ആണ്. വാട്ടറും ക്യുക്ലൈമും കൂടി നീറ്റുകക്കയും കൂടി റിയാക്ട് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു ചുണ്ണാമ്പും ഉണ്ടായി, പുറമേ നമ്മൾ തൊട്ട് നോക്കിയപ്പോൾ ചൂടും കണ്ടു, അപ്പോൾ ചൂടിനെ പുറത്തേക്ക് വിട്ടു, അതായത് എക്സോതെർമിക്. എൻഡോതെർമിക്കിന് എക്സാമ്പിൾ എന്തായിരുന്നു? പൊട്ടാസ്യം പെർമാംഗനേറ്റ് കത്തിച്ചു, നമ്മൾ മൂട്ടിൽ തീ കൊടുത്തത് കൊണ്ടാണ് അതിന് ചില മാറ്റങ്ങൾ സംഭവിച്ച് ഓക്സിജനും പുറത്തേക്ക് വിട്ടത്. അപ്പം അത് ഹീറ്റിനെ അബ്സോർബ് ചെയ്തത് കൊണ്ടാണ് ആ റിയാക്ഷൻ സംഭവിച്ചത്, അത് എൻഡോതെർമിക് ആണ്. അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും മിക്സ് ചെയ്ത് നമ്മൾ തൊട്ട് നോക്കിയപ്പോൾ കൂളാണ് തോന്നിയത് അല്ലേ, നല്ല കൂളായിട്ടിരുന്നു, അതിനർത്ഥം ഹീറ്റിനെ അബ്സോർബ് ചെയ്തു. അമോണിയം വേറൊരു എക്സാമ്പിളാണ്. അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്നൊരു കെമിക്കൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നോക്കിയാലും നല്ല തണുപ്പ് അനുഭവപ്പെടും. അതേപോലെ നിങ്ങളുടെ അടുക്കളയിലൊക്കെ ഉള്ള ബേക്കിംഗ് സോഡ, അതും വിനാഗിരിയും കൂടെ റിയാക്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് കലക്കി നോക്കിയിട്ട് അതിൽ തൊട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പ് അനുഭവപ്പെടും, കാരണം അതൊരു എൻഡോതെർമിക് റിയാക്ഷനാണ്. അപ്പോൾ എക്സാമ്പിൾസ് പഠിക്കണം, മറന്നു പോകരുത്. എക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റ് എന്ന് ഓർത്താൽ മതി, പുറത്തേക്ക് വിടുന്നു. എൻഡോതെർമിക് അതായത് എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ അടുത്തേക്ക് വെക്കാനല്ലേ നോക്കുള്ളൂ. അപ്പോൾ എൻഡോതെർമിക് എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്നു എന്ന് ഓർത്താൽ മതി, അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ രണ്ട് കേസിലാണെങ്കിലും ഹീറ്റ് എനർജിക്കാണ് മാറ്റം സംഭവിക്കുക. ഒന്നിൽ അബ്സോർബ് ചെയ്യുന്നു, ഒന്നിൽ ലിബറേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇങ്ങനെ ഹീറ്റ് എനർജി ആയിട്ട് ബന്ധപ്പെട്ട ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന റിയാക്ഷൻസിനെ എല്ലാറ്റിനെയും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് തെർമോ കെമിക്കൽ റിയാക്ഷൻസ്. തെർമോ കണ്ടാൽ ഓർത്തോണം, തെർമോ എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥം തന്നെ സംതിങ് റിലേറ്റഡ് ടു ഹീറ്റ് എന്നാണ്, വിച്ച് ഇസ് റിലേറ്റഡ് ടു ഹീറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം, ചൂട്. അപ്പോൾ താപം ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇവിടെ കെമിക്കൽ, താപവും കെമിസ്ട്രി അല്ലെ, കെമിക്കൽ റിയാക്ഷൻസ് ടെമ്പറേച്ചർ ഹീറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹീറ്റും റിയാക്ഷൻസിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് തെർമോ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ എൻഡോയും എക്സോയും പെടുന്നത് തെർമോ കെമിക്കൽ റിയാക്ഷൻസിലാണ്. ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ആണ് പഠിച്ചത്. എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കണം, ചോദിക്കാം. ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് എൻഡോയാണോ എക്സോ ആണെന്ന് ചോദിക്കാം. എന്താണ് എൻഡോതെർമിക് റിയാക്ഷൻ, എന്താണ് എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് ചോദിക്കാം, മറക്കരുത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. സൗണ്ട് കുറവാണെങ്കിൽ അല്ലെങ്കിൽ സ്പീഡ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടി കാണാം. ഓക്കെ അല്ലേടാ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.